സാമ്പത്തിക ഇടപാടും ബന്ധങ്ങളിലെ വിള്ളലുമൊക്കെ മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകാറുണ്ടല്ലേ. കടം കൊടുത്ത പണം തിരികെ നൽകിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അവരോട് പക തോന്നാം. ആ പണം ചോദിച്ചാൽ പിന്നെ പ്രതികാരമായി, ഒടുവിൽ കൊലപാതകം വരെ സംഭവിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യവും. ഒരിക്കൽ സൗഹൃദത്തിലായിരുന്നവർ തമ്മിൽ അകന്നാലും മനസ്സിലത് വിരോധമായി മാറാം. തിരുവനന്തപുരം പനച്ചിമൂട്ടിലെ വീട്ടമ്മ പ്രിയമതയെ അയൽവാസി കൊലപ്പെടുത്തിയതും നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. കൊലപാതകത്തിന് ശേഷം പ്രതി വിനോദ് 2 ദിവസത്തോളം സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മൃതദേഹം ഒളിപ്പിച്ചു. പിന്നീട് വീടിന് പുറത്ത് കുഴിച്ചു മൂടി. പ്രിയമതയുടെ തിരോധാന കേസിലാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. വീട്ടമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം സാമ്പത്തിക പ്രശ്നമോ സുഹൃത്ത് ബന്ധത്തിലെ വിള്ളലോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം വെള്ളറട പനച്ചിമൂട്ടിലെ വിനോദിൻ്റെ വീട്ടിൽ ഇപ്പോഴും ചോരപ്പാടുകളുണ്ട്. ഒരു മൃതദേഹം ചീഞ്ഞളിയുന്നതിൻ്റെ ദുർഗന്ധവും പരക്കുന്നു. വീട്ടിലെ കിടപ്പുമുറിയിൽ 2 ദിവസത്തോളം മൃതദേഹം ഒളിപ്പിച്ച ശേഷമാണ് പിന്നീടത് പുറത്ത് കുഴിച്ചു മൂടിയത്. അയൽവാസിയായ പ്രിയമതയെ കാണാനില്ലെന്ന മക്കളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. പ്രതി വിനോദിന് കടം നൽകിയ പണം പ്രിയമത ചോദിച്ചതാണ് പ്രകോപന കാരണം. തർക്കത്തിനിടെ വിനോദ് അയൽവാസിയായ വീട്ടമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയുടെ ഭാര്യ മാതാവ് സരസ്വതിയുടെ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകമായി. നെയ്യാറ്റിൻകര പനച്ചമൂട് സ്വദേശിനിയായ പ്രിയമതയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന പരാതിയുമായി ഇവരുടെ പെൺമക്കളാണ് വെള്ളറട പോലീസിനെ സമീപിച്ചത്. അതിനിടെ പ്രിയമതയുടെ അയൽവാസിയായ സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് പ്രിയമതയെ കാണാതായതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇവർക്ക് മർദ്ദനമേറ്റതായി സംശയമുണ്ടെന്നും രക്തക്കറകൾ വീടിന് ചുറ്റുമുണ്ടെന്നും രാവിലെ വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പുരോഹിതൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവ് വിനോദും ഇയാളുടെ സഹോദരൻ സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 12-ാം തീയതി തന്നെ പ്രിയമതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വിനോദിന്റെ വീടിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചു. രണ്ട് ദിവസത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് വിനോദിന്റെ വീടിന് പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴിയിൽ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം പാറപ്പൊടിയിട്ട് കുഴി നികത്തുകയായിരുന്നു. പ്രിയമത കടം വാങ്ങിയ പണം തിരികെ നൽകാഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി വിനോദ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്ന പ്രിയമതയുമായി വിനോദിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായും അതിനിടെ ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സൂചനയുണ്ട്. വൻ പോലീസ് സുരക്ഷയിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീതയെ ആരാണ് കൊലപ്പെടുത്തിയത്? കാട്ടാനയുടെ ആക്രമണത്തിലാണോ ഭർത്താവിൻ്റെ ക്രൂരതയാണോ സീതയുടെ ജീവനെടുത്തത്? വീട്ടമ്മയുടെ മരണത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയെങ്കിലും കേസിൽ പല സംശയങ്ങളും ബാക്കിയാണ്. സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലെന്ന് ആവർത്തിക്കുകയാണ് ഭർത്താവ് ബിനു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ അന്വേഷണം വേണമെന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട്. ഇതോടെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്.
കഴിഞ്ഞ ദിവസമാണ് പീരുമേട്ടിൽ ആദിവാസി സ്ത്രീയായ സീത കൊല്ലപ്പെട്ടത്. സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണം മൂലമാണെന്നാണ് ഭർത്താവ് ബിനു പറയുന്നത്. എന്നാൽ സീതയുടെ മരണം കൊലപാതകമാണെന്നാണ് കോട്ടയം DFO പറയുന്നത്. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ബിനുവിന്റെ ആരോപണം. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കവേ ആനയുടെ ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്നും ബിനു ആവർത്തിക്കുന്നു. ഒരു 3-4 അടി താഴ്ചയുള്ള കുഴിയിലോട്ടോ ഈ തെറിച്ച് വീണ കൊടുത്ത് ഈ ചെറിയ ചെറിയ കളി പൊങ്ങിയിരിക്കുന്നു. അത്തലാനം വീഴുവാലും ചെയ്തെന്ന് അറിയില്ല. എന്റെ ബലമായ സംശയം എനിക്ക് കയറി ചവിട്ടോ ഈ പോയ കൊടുത്ത് ചവിട്ട് തൊഴിച്ചതാണോ എന്ന് സംശയം. ഒളിച്ചിരുന്ന ആന ഒളിച്ചിരുന്ന പടപ്പെല്ലാം പെടത്തിക്കൊണ്ട ഈ ആന വന്നത്. ആ പടപ്പിന്റെ കമ്പുകൾ മുഴുത്ത കമ്പുകൾ. ആ ചേച്ചി വീണത് ആ കമ്പയിലൊക്കെ വല്ലതും ആണോ? അങ്ങനെ വല്ലതും കണ്ടായിരുന്നു? അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ളൊരു ഇതിലല്ലായിരുന്നു. ഈ അപകടം നടന്ന സ്ഥലമേ പോലീസിനെ കാണിച്ചു കൊടുത്തതായിരുന്നു. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുന്നതിനിടെ CPM ഇടുക്കി ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് പറയേണ്ടത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. അതുകൊണ്ട് വസ്തുതാപരമായ അന്വേഷണം നടക്കട്ടെ. ഇന്ന് ഇതൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ സംബന്ധിച്ച് നിജസ്ഥിതി അന്വേഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാങ്കേതിക സംവിധാനം അന്വേഷണം നടത്തി അന്വേഷണാടിസ്ഥാനത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് CPM. ആന ചവിട്ടിക്കൊന്നതാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ പ്രാഥമിക പോലീസിന്റെ അന്വേഷണത്തിൽ അവർ നിൽക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് പോലീസാണ്, സ്ഥലപരിശോധന നടത്തിയത് പോലീസാണ്. അപ്പം അതുകൊണ്ട് അത് അന്വേഷിക്കേണ്ട നിരൂപതയുടെയും ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ല. കാട്ടാന ആക്രമണമാണ് നടന്നതെന്നാണ് ബിനു ആദ്യം മുതൽ പറയുന്നത്. എന്നാൽ പോലീസും വനംവകുപ്പും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കാട്ടാന ആക്രമണമല്ലെന്നാണ് ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പറഞ്ഞത്. ഇതോടെ വനംവകുപ്പിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നായിരുന്നു കോട്ടയം DFO അവകാശപ്പെട്ടത്. കൊലപാതകമാണെന്ന സംശയമുയർന്നതോടെ സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. മരണത്തിൽ സംശയമുയർന്നതോടെ കാട്ടാന ആക്രമിച്ച സ്ഥലത്തും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി ലിവിയ ജോസ് പറയുന്നത് പച്ചക്കള്ളമാണോ? സഹോദരിയുടെ അമ്മയായ ഷീല തനിക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചതാണ് പകയ്ക്ക് കാരണമെന്ന മൊഴി വിശ്വസനീയമാണോ? വ്യാജലഹരി കേസിൽ ലിവിയ കുറ്റസമ്മതം നടത്തിയെങ്കിലും പോലീസിന് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. മുംബൈയിൽ വെച്ച് പിടിയിലായ ലിവിയയെ നാട്ടിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അവർ കുറ്റം തുറന്ന് സമ്മതിച്ചത്. സുഹൃത്ത് നാരായണദാസിൻ്റെ സഹായത്തോടെയാണ് കള്ളക്കേസിന് കളമൊരുക്കിയതെന്ന് യുവതി മൊഴി നൽകി. എന്നാൽ സഹോദരിയെ കേസിൽ നിന്ന് രക്ഷിക്കാനാണ് ലിവിയ സ്വയം കുറ്റം ഏറ്റെടുത്തതെന്നാണ് ഷീല സണ്ണിയുടെ സംശയം. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് പ്രതിയായ ലിവിയ ജോസ് കുറ്റസമ്മതമൊഴി നൽകിയിരിക്കുന്നത്. ലിവിയക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചതാണ് ഷീല സണ്ണിയോടുള്ള പകയ്ക്ക് കാരണമെന്നാണ് മൊഴി. കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. നാരായണദാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത്. ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞത് അറിഞ്ഞു. ബംഗളൂരുവിൽ മോശം ജീവിതമാണ് താൻ നയിക്കുന്നതെന്നാണ് ഇരുവരും പറഞ്ഞുണ്ടാക്കിയത്. തനിക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ 10 സെന്റാണ് കടം വീടാൻ വിറ്റത്. ഷീലയെ കുടുക്കാനുള്ള പക ഇതായിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് ലിവിയ പറഞ്ഞു.
പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന ഷീല സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണമായത്. വാട്സാപ്പിൽ മകൻ സംഗീതിന് ഷീല അയച്ച ശബ്ദ സന്ദേശം ലിവിയ കേട്ടു. ഇതോടെ ഷീല സണ്ണിയെ നാണം കെടുത്താൻ ലിവിയ തീരുമാനിച്ചു. മനസ്സിൽ വന്ന ആശയം നാരായണദാസിനോട് പറഞ്ഞു. ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കൻ വംശജനിൽ നിന്നാണ് നാരായണദാസ് വാങ്ങിയത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കക്കാരൻ പറ്റിച്ചുവെന്നും ലിവിയ മൊഴി നൽകി. രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ലിവിയയെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത്. ലഹരി സ്റ്റാമ്പ് വെച്ചതിൽ ഷീല സണ്ണിയുടെ മരുമകൾക്ക് അറിവില്ലെന്ന് ലിവിയ പറഞ്ഞു. ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയാണ് കേസിലെ മുഖ്യപ്രതിയായ ലിവിയ. ലിവിയ ജോസിനെയും നാരായണദാസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിദേശത്തായിരുന്ന ലിവിയ ദുബൈയിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴായിരുന്നു പോലീസ് പിടിയിലായത്. ന്യൂസ് 18 തൃശൂർ. മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാഹനം കണ്ടെത്തിയെങ്കിലും പ്രതികളെവിടെ? അപകടത്തിന് ശേഷം കടന്നുകളഞ്ഞ 2 അംഗ സംഘത്തിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഇടുക്കി സ്വദേശികളായ മുഹമ്മദ് ഷെരീഫ്, സുഹൃത്ത് ആഫീസ് നിസാർ എന്നിവരാണ് SIയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലൂർക്കാട് SI EM മുഹമ്മദ് ചികിത്സയിലാണ്. SIയെ ഇടിച്ചിട്ട കാർ ബെങ്ങല്ലൂരിലാണ് ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കദളിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടത്തവെയാണ് കല്ലൂർക്കാട് SI മുഹമ്മദിനെ പ്രതികൾ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയത്. ആക്രമണത്തിന് ശേഷം ഇവർ കാറുമായി തൊടുപുഴയിലേക്ക് കടന്നു. വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൾ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഒരിക്കലും സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ പെട്രോളിടയ്ക്ക് SPയുടെ പ്രത്യേക നിർദ്ദേശവും ഓടുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. NDPS കേസുകളും മറ്റു കേസുകളും ഡിറ്റക്ട് ചെയ്യണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഈ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് സംശയം എന്തോ ഒരു കൈമാറ്റം പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ചെറുപ്പക്കാരെ പിള്ളേരാണ് അവരുടെ ആ ഒരു ഇരിപ്പിലും അതിൽ സാഹചര്യം. മറ്റെന്ന് പറയുമ്പോൾ മുൻപിലെ സ്ഥലങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നതെന്നുള്ള രീതിയിലൊരു സംസാരം വരുന്നുണ്ടായിരുന്നു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. 2 പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളെ കണ്ടെത്താൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതേസമയം SIയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂരിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. ഒന്നാം പ്രതി കാർ ഓടിച്ച മുഹമ്മദ് ഷെരീഫ് മൂവാറ്റുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച 3 പേരെ കല്ലൂർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. കാലിനും കൈക്കും പരിക്കേറ്റ SI മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. പാട്രോളിംഗിനിടെ വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ SI മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ ഇതിന് തയ്യാറായില്ല. പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത് യുവാക്കൾ SIയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തി.
ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കി പ്രതികൾ കടന്നു കളയുകയായിരുന്നു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കഴുത്തിലും കൈയിലും പരിക്കേറ്റു. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാട്ടിലേക്ക് രാത്രിയിലും പുലർച്ചെയും ഒക്കെ യാത്ര പോകുന്ന പലരുടെയും ആശങ്ക കവർച്ചാ സംഘത്തെക്കുറിച്ചാണ്. വാഹനം കുറുകെയിട്ട് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും ഒക്കെ കവരുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കാറുണ്ട്. കോയമ്പത്തൂർ ദേശീയപാതയിൽ ലോറി കുറുകെയിട്ട് കാർ തടഞ്ഞു നിർത്തി സ്വർണ്ണ വ്യാപാരിയെ കൊള്ളയടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കാറിൻ്റെ ഡോർ തുറക്കാൻ ഡ്രൈവർ വിസമ്മതിച്ചതോടെ ചില്ലുകൾ അടിച്ചു തകർത്ത് കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. കവർച്ചയ്ക്ക് പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കോടാലി ശ്രീധരന്റെ സംഘമെന്നാണ് സൂചന. കോയമ്പത്തൂരിൽ ലോറി കുറുകെയിട്ട് കാർ തടഞ്ഞ് ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി 1.25 കിലോ സ്വർണവും 60,000 രൂപയും കവർന്ന കേസിൽ മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാറിനെ പിന്തുടരുകയും കവർച്ച നടത്തുകയും ചെയ്ത രീതിയാണ് ഈ നിഗമനത്തിനു കാരണം. മുഖം മറച്ചെത്തിയ സംഘം പരസ്പരം തൃശൂർ ശൈലിയിലാണ് സംസാരിച്ചത്. ലോറി ഓടിച്ച ആളുടെ മുഖം മറ്റൊരു കാറിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കോടാലി ശ്രീധരന്റെ സംഘമാണെന്ന സംശയത്തിലാണ് പോലീസ്. മധുക്കര ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ലോറി രാത്രിയോടെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോറിയുടെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി. ദേശീയപാതയിൽ മാകളിയമ്മൻ ക്ഷേത്രത്തിന് സമീപം ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനമായ JP ജ്വല്ലറിയുടെ ഉടമ ജെയ്സൺ ജേക്കബ്, ജീവനക്കാരൻ S വിഷ്ണു എന്നിവർ സഞ്ചരിച്ച കാർ തടഞ്ഞ് 5 സംഘം കവർച്ച നടത്തിയത്. ചെന്നൈയിലെ ജുവലറികൾക്ക് വേണ്ടി ആഭരണങ്ങൾ നിർമ്മിക്കാനുള്ള സ്വർണ്ണക്കട്ടികളുമായി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു ജെയ്സൺ. ജെയ്സനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനെത്തിയതായിരുന്നു വിഷ്ണു. കവർച്ചാ സംഘം ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജെയ്സൺ വിസമ്മതിച്ചതോടെ ഇരുമ്പ് വടികൊണ്ട് ചില്ല് തകർത്ത് അകത്തു കടന്നു. പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും കാറിന് പിന്നിലിരുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. கோயம்புத்தூர் மாவட்டத்தில் காலையில் சுமார் 7 மணி போல் கேஜி சாவடி ஸ்டேஷன் லிமிட் காலையில் வந்து ரயில்வே ஸ்டேஷன்லேருந்து டுவோர்ட்ஸ் கேரளா, அவங்க சொந்த ஊர் கேரளா திருச்சூர் மாவட்டம், அங்கே வந்து போயிட்டுருக்காங்க. போகும்பொழுது போகிற வழியில் சுமார் 4லேருந்து 5 பேர் ஒரு லாரியில் பற்றி வழிமறித்து அவங்ககிட்டருந்து 1.25 கிலோ தங்கம் ராபரி பண்ணி எடுத்து போயிருக்காங்க. இது சம்மந்தமாக 5 தனிப்படை அமைச்சு தீவிரமாக தேடிட்டு இருக்கோம். விரைவில் அக்யூஸ்டாக கைது பண்ணுவோம். രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം കവർച്ചാ സംഘം ജുവലറി ഉടമയും സഹായിയും റോഡരികിൽ തള്ളിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 കോയമ്പത്തൂർ. ക്രിമിനലുകളായ പല പോലീസുകാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കാക്കിയിട്ട കൂട്ടിക്കൊടുപ്പുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് സ്ത്രീകളെയും ഇടപാടുകാരെയും എത്തിച്ചതിൽ പോലീസുകാർക്കും പങ്കുണ്ടെന്നാണ് സംശയം. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഒളിവിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചറിയാൻ നടത്തിപ്പുകാരി ബിന്ദു അടക്കമുള്ളവരെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു.
വയനാട് ഇരുളം സ്വദേശി ബിന്ദു, ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി, പുറ്റേക്കാട് സ്വദേശി ഉപേഷ് എന്നിവരെയാണ് സ്റ്റേഷനിൽ എത്തിച്ച് വീണ്ടും മൊഴിയെടുത്തത്. കേസിൽ പ്രതി ചേർത്ത പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്രൈവർമാരായിരുന്ന സീനിയർ CPO ഷൈജിത്ത്, CPO സനിത് എന്നിവർക്ക് പെൺവാണിഭ കേന്ദ്രങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. പോലീസുകാരുടെ വീടുകളിൽ മിന്നൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ഷൈജിത്തിന്റെ വീട്ടിൽ നിന്നും പാസ്പോർട്ട് കണ്ടെടുത്തു. പ്രധാനപ്പെട്ട രേഖകളുമായാണ് ഇയാൾ മുങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. സനിത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും രേഖകളൊന്നും കണ്ടെടുക്കാനായില്ല. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷൈജിത്തിന്റെ പാസ്പോർട്ട് കസ്റ്റഡിയിൽ എടുത്തതിനാൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ആവശ്യമില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ പ്രതികൾക്കെതിരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരച്ചിൽ സർക്കുലർ ഇറക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. ഒളിവിൽ പോയ പോലീസുകാരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും നോട്ടീസ് നൽകിയതായി അന്വേഷണ സംഘം പറഞ്ഞു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. സാമ്പത്തിക ബാധ്യതയും കുടുംബ പ്രശ്നങ്ങളുമാണ് പല വീടുകളിലെയും കൂട്ടമരണങ്ങൾക്ക് കാരണം. തിരുവനന്തപുരം കരമനയിൽ വീടിനുള്ളിൽ ദമ്പതികളെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ്. കരമന സ്വദേശികളായ സതീശനും ഭാര്യയുമാണ് ജീവനൊടുക്കിയത്. സതീശൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ തുകയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരുന്നു. സംഭവത്തിൽ കരമന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരമന തമലം റെയിൽവേ ലൈന് സമീപം താമസിക്കുന്ന സതീശനെയും ഭാര്യ ബിന്ദുവിനെയും രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീശന്റെ കഴുത്തറുത്ത മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. SBIയിൽ നിന്ന് കരാറുകാരനായ സതീശൻ എടുത്ത 1/2 കോടിയിലേറെ രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ബാധ്യതയേറുകയായിരുന്നു. ഒറ്റത്തവണയായി പണം തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് അറിയിച്ചെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ദമ്പതികൾ ജീവനൊടുക്കിയതാകാമെന്നാണ് അയൽവാസികളുടെയും പോലീസിന്റെയും സംശയം. സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം ഇയാൾ കോൺട്രാക്ടറാണ്. എടുത്ത വർക്കിന്റെ പൈസ കിട്ടാത്തതും പ്രശ്നമായിട്ടുള്ളതാണ്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പം 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1, 2, 3 വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഓടി അടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഇയാൾക്കുണ്ടായിരുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീടിനുള്ളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ ഒരു കാലത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്ന അധ്യാപകരുണ്ട്. കുട്ടികളെ ചൂരൽ കൊണ്ടടിക്കുകയും അവഹേളിക്കുകയും ഏത്തമിടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ. എന്നാൽ ഇതൊക്കെ വിദ്യാർത്ഥികളിൽ മാനസികാഘാതം ഉണ്ടാക്കുമെന്നും അവരുടെ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തി സ്കൂളുകളിലെ ശിക്ഷാ നടപടികൾ അവസാനിപ്പിച്ചതാണ്. എന്നാൽ ഇപ്പോഴും കുട്ടികളെ ക്രൂരമായി ശിക്ഷിക്കുന്ന അധ്യാപകരെക്കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടിച്ചത് ഒരു അധ്യാപികയാണ്. രക്ഷിതാക്കളുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി
പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് HSSൽ ദേശീയഗാനം പാടുന്നതിനിടെ പുറത്തിറങ്ങിയെന്നാരോപിച്ച് 8 കുട്ടികളെ അധ്യാപിക ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടിയിച്ചത്. വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക ദരീഫയ്ക്കെതിരെയായിരുന്നു രക്ഷിതാക്കളുടെ പരാതി. അധ്യാപികയുടെ നടപടിയെ തുടർന്ന് കുട്ടികൾക്ക് സ്കൂൾ ബസ് നഷ്ടമായി. വൈകിയെത്തിയ കുട്ടികളോട് രക്ഷിതാക്കൾ കാരണം തിരക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഇതിനെ തുടർന്ന് രക്ഷിതാക്കൾ പരാതിയുമായി എത്തി. എന്നാൽ സ്കൂൾ അധികൃതർ പരാതി കാര്യമായി എടുക്കാതെ അധ്യാപികയുടെ ഖേദപ്രകടനത്തിൽ നടപടി അവസാനിപ്പിക്കുകയായിരുന്നു. രക്ഷിതാക്കൾ പ്രതിഷേധം കടുപ്പിച്ചപ്പോഴാണ് HM DGEക്ക് റിപ്പോർട്ട് നൽകിയത്. DGEയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയത്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടി കുറ്റാരോപിതയായ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി വാങ്ങിയ ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതുവിൽ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അധ്യാപികയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് നേരെ വധഭീഷണി മുഴക്കിയ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവ് മേയറുടെ വീടിന്റെ പരിസരത്തും ഓഫീസിലും എത്തിയതിൽ തുടങ്ങിയതാണ് സംശയം. അയാളുടെ കയ്യിൽ കത്തിയുമുണ്ടായിരുന്നു. വീടിന് സമീപത്ത് കത്തിയുമായി എത്തി വധഭീഷണി മുഴക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ മേയർ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേയറുടെ വീടിന്റെ പരിസരത്തും ഓഫീസിലുമായി ഒരാളെത്തി മേയറെ അന്വേഷിച്ചിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉടൻ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസിൽ മേയർ ഹണി ബെഞ്ചമിൻ പരാതി നൽകുകയായിരുന്നു. ഒരു ആള് മേയറുടെ വീട് ചോദിച്ചു. ആ മേയറുടെ വീട് ചോദിക്കുന്നതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട്. ഈ കുട്ടിക്ക് പേടി തോന്നി. അതുകൊണ്ട് മേയർ ശ്രദ്ധിക്കണേ, അയാളുടെ കയ്യിൽ പിച്ചാത്തിയുണ്ട്, മേയറെ കൊല്ലൂന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് അത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ അകത്ത് തിരക്കായതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നില്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അത് വളരെ നിസ്സാരവൽക്കരിച്ചങ്ങ് പോയി. ഞാൻ പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബ്രദറിനെ വൈദ്യശാല മുക്കിൽ നിന്ന് ചായക്കട നടത്തുന്ന ബിജു വിളിച്ചു. ബിജു ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരാളിങ്ങനെ തിരക്കി കിടക്കുന്നു, എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ വീണ്ടും വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ വീണ്ടും വിളിച്ചു. അപ്പോഴും ഞാൻ അതിനെ നിസ്സാരമായി കണ്ടതാണ്. പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംശയാസ്പദമായി യുവാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. തൊപ്പി ധരിച്ച യുവാവ് എത്തുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. കയ്യിൽ കരുതിയ കുടയിൽ പൊതിഞ്ഞാണ് കത്തി ഇയാൾ ഒളിപ്പിച്ചതെന്നും സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് വടക്കഞ്ചേരിയിൽ മോഷണ പരമ്പര. നഗരത്തിന് സമീപമുള്ള വീട്ടിൽ മോഷണവും ക്ഷേത്രത്തിൽ കവർച്ചാ ശ്രമവും ഉണ്ടായി. വീട്ടിൽ നിന്ന് വാച്ചുകളും കുറച്ച് പണവും മാത്രമാണ് നഷ്ടപ്പെട്ടത്. ഗണപതി സഹായ ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു.
വടക്കഞ്ചേരി നഗരത്തോട് ചേർന്ന് വിനായക സ്ട്രീറ്റിലെ ഉഷാദേവിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഗണപതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ഉഷാദേവിയുടെ വീട്ടിൽ നിന്നും 2 വാച്ചുകളും ചില്ലറ പൈസകളുമാണ് മോഷണം പോയത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. വീട്ടുകാർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി ഞായറാഴ്ച രാവിലെ എത്തുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അലമാരയും മറ്റ് ലോക്കറുകളും കുത്തിപ്പൊളിച്ച നിലയിലാണ്. വീടിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിരിക്കുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. വളർത്തുമൃഗങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. മൃഗങ്ങളാണേലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പലർക്കും വലിയ ദുഃഖമാണ്. സംവിധായകൻ നാദിർഷയ്ക്കും ഒരു വളർത്തുപൂച്ചയുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് നാദിർഷയും കുടുംബവും ആ പൂച്ചയെ ഓമനിച്ച് വളർത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം നാദിർഷ പൂച്ചയെ കുളിപ്പിക്കാനായി ഒരു പെറ്റ് ഷോപ്പിൽ ഏൽപ്പിച്ചു. തിരികെ വാങ്ങാനെത്തിയപ്പോൾ പൂച്ചയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിന്നീട് പൂച്ചയെ കൊന്നതാണെന്ന ആരോപണവുമായി നാദിർഷ രംഗത്തെത്തി. എറണാകുളം പെറ്റ് ഷോപ്പ് എന്ന സ്ഥാപനത്തിനെതിരെ പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. ആരോപണം നിഷേധിച്ച് പെറ്റ് ഷോപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകിയ വിവരം നാദിർഷ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുറം ലോകത്തെ അറിയിച്ചത്. ആരോഗ്യവാനായ തന്റെ പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. സെഡേഷൻ നൽകാതെ പൂച്ചയെ ഗ്രൂമിംഗ് ചെയ്യാമെന്ന് ആശുപത്രിയിലുള്ളവർ പറഞ്ഞു. പറ്റില്ലെന്നറിയിച്ചിട്ടും പൂച്ചയുടെ കഴുത്തിൽ ചരടിട്ട് വലിച്ചു കൊണ്ടുപോയെന്നും നാദിർഷ. അവര് പറഞ്ഞത് ഞങ്ങള് അനസ്തേഷ്യ കൊടുത്തു, ഇത് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരിച്ചു കൊണ്ടുവന്നതല്ലേ. അത് 100% ഉറപ്പാണ്. അതിനെ കൊന്നവര്. നമ്മള് വീട്ടിലൊരു അംഗം പോയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ നാദിർഷയുടെ ആരോപണം ഹോസ്പിറ്റൽ അധികൃതർ തള്ളി. സെഡേഷൻ കൊടുത്തതുകൊണ്ടല്ല പൂച്ച മരിച്ചതെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനീഷ് ആന്റണി വ്യക്തമാക്കി. വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും. നമ്മൾ എല്ലാ കെയർ എടുത്തും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകും. ഓണേഴ്സിനെ സംബന്ധിച്ചും ഒരു ഫാമിലിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടവും വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ മെഡിക്കലി ഉള്ള ചില ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കും. ഇതായിട്ടുള്ള നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഇതുമായിട്ടും കൺസെന്റ് എല്ലാം ഒപ്പിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ഇനി ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസുമായിട്ടും ഹോസ്പിറ്റലിൽ സഹകരിക്കുന്നതായിരിക്കും. നാദിർഷയുടെ പരാതി പാലാരിവട്ടം പോലീസ് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്തുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. മരിച്ച യുവതിയുമായി പരിചയപ്പെട്ട ജോധ്പൂരിലെ പരിശീലന കേന്ദ്രത്തിലും യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഉദയ്പൂരിലും എത്തിച്ചാണ് ഇനി തെളിവെടുപ്പ്. അതിനായി അന്വേഷണ സംഘം പ്രതിയുമായി ഇപ്പോൾ രാജസ്ഥാനിലുണ്ട്. 10 ദിവസത്തേക്കാണ് കോടതി പ്രതിയെ പേട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്.
സുകാന്തിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലും ഉദയ്പൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജോധ്പൂരിലെ പരിശീലന കാലയളവിലാണ് IB ഉദ്യോഗസ്ഥയുമായി സുകാന്ത് പരിചയപ്പെടുന്നത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് ഉദയ്പൂരിൽ വെച്ചായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. സുകാന്തിനെ ചെന്നൈയിലും അവിടെ നിന്ന് കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. ഈ സ്ഥലങ്ങളിൽ വെച്ചും സുകാന്ത് യുവതിയെ പീഡിപ്പിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥയോട് ബന്ധമുള്ളപ്പോൾ തന്നെ എമിഗ്രേഷൻ അസിസ്റ്റന്റായ മറ്റൊരു യുവതിയുമായും സുകാന്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഇരുവരെയും പീഡിപ്പിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ സഹപ്രവർത്തകനായ സുകാന്തിന്റെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് കാട്ടി പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇനി അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചാണ്. മ്യൂസിയം പോലീസിന് ക്രമസമാധാന ചുമതലകൾ ധാരാളമുള്ളതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് നേരത്തെ DGP ഉത്തരവിറക്കിയിരുന്നു. മ്യൂസിയം പോലീസ് എടുത്ത 2 കേസുകൾ ക്രൈംബ്രാഞ്ച് DYSP ആകും അന്വേഷിക്കുക. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് DGP ഉത്തരവിട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. മ്യൂസിയം പോലീസിന് ക്രമസമാധാന ചുമതലകൾ ധാരാളമുള്ളതിനാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. ആഭരണ കടയിലെത്തിയിരുന്ന പണം 3 ജീവനക്കാരികൾ ചേർന്ന് QR കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നതാണ് പ്രധാന കേസ്. ഇങ്ങനെ 60 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തതിലുള്ള തെളിവുകളുമായാണ് കൃഷ്ണകുമാറും ദിയയും പോലീസിൽ പരാതി നൽകിയത്. O/OC എന്ന സ്ഥാപനത്തിലെ വിനീത, ദിവ്യ, രാധാകുമാരി എന്നീ 3 ജീവനക്കാരികൾക്കെതിരെയാണ് പരാതി. എന്നാൽ കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ആരോപിച്ച് ജീവനക്കാരികളും മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇരുകൂട്ടരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി 18-ന് പരിഗണിക്കും. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജീവനക്കാരികൾ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടും വേദനിപ്പിച്ചവരോടും വ്യാജ കഥകൾ പറഞ്ഞ് നടക്കുന്നവരോടും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നുണ്ടോ? ചില മുറിവുകൾ അത്ര വേഗം ഉണങ്ങത്തില്ല അല്ലേ? ഇങ്ങനെ പക മനസ്സിലിട്ട് നടന്ന് പ്രതികാരം ചെയ്യാനായി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കണം. മനസ്സിലെ വെറുപ്പും വിരോധവും നമ്മളെ മനോരോഗിയാക്കാം, പിന്നീട് ക്രിമിനലാക്കാം, ഒടുവിൽ ജീവിതാന്ത്യം നരകതുല്യമാകും. അതിനാൽ സ്നേഹത്തോടെ പറയട്ടെ, നമ്മളെ ഒറ്റപ്പെടുത്തിയവരോടും ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടും ഒന്ന് ക്ഷമിക്കുന്നേ. എല്ലാത്തിനും കാലം കണക്ക് തീർത്തോളൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.